ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്ന് കർത്താവിനോട് ഈ പ്രഭാതത്തിൽ എന്ത് പ്രാർത്ഥിക്കണം എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഇന്ന് കർത്താവ് പറഞ്ഞത് ഈ സങ്കീർത്തനം പ്രാർത്ഥിക്കാനാണ്. കർത്താവിൻ്റെ കാരുണ്യം, അനന്തമായ കാരുണ്യത്തെ പ്രകീർത്തിക്കുന്ന ഈ സങ്കീർത്തനം ഇന്ന് നമുക്കോരോരുത്തർക്കും പ്രാർത്ഥിക്കാം. ഈ സങ്കീർത്തനത്തിൽ അവിടുന്ന് പറയുന്നത്, അവിടുന്ന് മാത്രമാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുന്നവൻ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. കർത്താവിനു മാത്രമേ അത്ഭുതങ്ങൾ നടത്താൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ഹൃദയത്തിൽ അകത്ത്, നമ്മുടെ ജീവിതത്തിനുള്ളിൽ, നമ്മുടെ മനസ്സിനുള്ളിൽ, നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ, നമ്മുടെ അന്തരാത്മാവിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വിവാഹ ജീവിതത്തിൽ, നമ്മുടെ ഔദ്യോഗിക ജീവിതത്തിൽ, നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ, നമ്മെ അലട്ടുന്ന ഇപ്പോഴത്തെ പ്രശ്നങ്ങളിൽ, കടബാധ്യതകളിൽ, നമ്മുടെ ആവശ്യങ്ങളിൽ, നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളിൽ കർത്താവിന് മാത്രമേ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിലെ ഉയർച്ചയ്ക്ക്, നമ്മുടെ ജീവിതത്തിലെ നന്മകൾക്കെല്ലാം കർത്താവിൻ്റെ പരിശുദ്ധ സാന്നിധ്യം കൂടെയുണ്ടാകും. അവിടുത്തെ കരങ്ങൾ നമ്മെ സഹായിക്കാൻ കുറുകിയിട്ടില്ല. നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ അവിടുന്ന് ചെവിയോർത്തിരിക്കുന്നു. നമുക്ക് ഇന്ന് ദൈവത്തിൻ്റെ കാരുണ്യത്തെ പ്രകീർത്തിച്ച് പ്രാർത്ഥിക്കാം. ഇതുവരെ കർത്താവ് ചെയ്തു തന്ന സകല നന്മകളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ചുറ്റുമുള്ള പ്രതിസന്ധികളെ, പ്രശ്നങ്ങളെ കണ്ട് നിങ്ങൾ ഭയപ്പെടരുത്. എന്തെന്നാൽ ശക്തനായ ദൈവം എല്ലാം അറിയുന്നുണ്ട്. നമുക്ക് ചുറ്റുമുള്ള പ്രശ്നങ്ങളെ നാം വേദനിക്കുന്നതിലും കൂടുതൽ ദൈവം വേദനിക്കുന്നുണ്ട്. എന്നാൽ എന്തുകൊണ്ട് ഇതെല്ലാം സംഭവിക്കുന്നു എന്നത് ദൈവത്തിൻ്റെ പദ്ധതിയിൻ പ്രകാരമാണ്. അതിനാൽ നാം ചുറ്റുമുള്ള പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ദുഃഖിതരാകാതിരിക്കുക. മറിച്ച് ഇതെല്ലാം കാണുന്ന ദൈവത്തെ, അവിടുത്തെ കാരുണ്യത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഒരു നഷ്ടവും വരികയില്ല, ഒരു പരാജയവും വരികയില്ല. നാം ലക്ഷ്യം കണ്ടിരിക്കും. ദൈവം ആഗ്രഹിക്കുന്നിടത്ത് അവിടുന്ന് നമ്മെ എത്തിച്ചിരിക്കും. നമ്മുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത അത്രമാത്രം ഉന്നതിയിൽ കർത്താവ് നമ്മെ എത്തിച്ചിരിക്കും. നമ്മുടെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് നമുക്ക് മേശയൊരുക്കിത്തരും. ഇന്ന് ഈ സങ്കീർത്തനം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കാരുണ്യം അനന്തമാണ് എന്ന ഈ സങ്കീർത്തനത്തിൽ കൂടി നാം നമ്മോട് കർത്താവ് ചെയ്ത സകല നന്മകൾക്കും കാരുണ്യത്തിനും നന്ദി അർപ്പിക്കാൻ ഇന്നത്തെ ദിവസം മുഴുവൻ നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഓരോ കാര്യങ്ങൾ നാം ചെയ്യുമ്പോഴും ഇന്ന് നന്ദി ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തു നോക്കുക. ഇന്നത്തെ ജീവിതം നിങ്ങൾക്ക് വലിയ നന്മയ്ക്കും സന്തോഷത്തിനും കാരണമാകും. വിശ്വാസത്തോടെ ഇന്നത്തെ നിയോഗം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 136 1 മുതലുള്ള വാക്യങ്ങൾ. കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ദേവന്മാരുടെ ദൈവത്തിന് നന്ദി പറയുവിൻ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. നാഥന്മാരുടെ നാഥന് നന്ദി പറയുവിൻ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് മാത്രമാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുന്നവൻ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ജ്ഞാനം കൊണ്ട് അവിടുന്ന് ആകാശത്തെ സൃഷ്ടിച്ചു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് സമുദ്രത്തിനുമേൽ ഭൂമിയെ വിരിച്ചു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് മഹാദീപങ്ങളെ സൃഷ്ടിച്ചു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. പകലിനെ ഭരിക്കാൻ അവിടുന്ന് സൂര്യനെ സൃഷ്ടിച്ചു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. രാത്രിയെ ഭരിക്കാൻ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ഈജിപ്തിലെ ആദ്യജാതരെ അവിടുന്ന് സംഹരിച്ചു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്.
അവിടുന്ന് അവരുടെ ഇടയിൽ നിന്ന് ഇസ്രായേലിനെ മോചിപ്പിച്ചു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. കരുത്തുറ്റ കരത്താലും നീട്ടിയ ഭുജത്താലും അവിടുന്ന് അവരെ മോചിപ്പിച്ചു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് ചെങ്കടലിനെ രണ്ടായി വിഭജിച്ചു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അതിൻ്റെ നടുവിലൂടെ അവിടുന്ന് ഇസ്രായേലിനെ നടത്തി. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ഫറവോയെയും അവൻ്റെ സൈന്യത്തെയും അവിടുന്ന് ചെങ്കടലിൽ ആഴ്ത്തി. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. തൻ്റെ ജനത്തെ അവിടുന്ന് മരുഭൂമിയിലൂടെ നയിച്ചു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. മഹാരാജാക്കന്മാരെ അവിടുന്ന് സംഹരിച്ചു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. കീർത്തിയുറ്റ രാജാക്കന്മാരെ അവിടുന്ന് നിഗ്രഹിച്ചു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അമോര്യ രാജാവായ സിഹോനെ അവിടുന്ന് വധിച്ചു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ബാഷാൻ രാജാവായ ഓഗിനെ അവിടുന്ന് സംഹരിച്ചു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് അവരുടെ നാട് അവകാശമായി നൽകി. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിന് അത് അവകാശമായി നൽകി. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. നമ്മുടെ ദുസ്ഥിതിയിൽ അവിടുന്ന് നമ്മെ ഓർത്തു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് നമ്മെ ശത്രുക്കളിൽ നിന്ന് രക്ഷിച്ചു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് എല്ലാ ജീവികൾക്കും ആഹാരം കൊടുക്കുന്നു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. സ്വർഗസ്ഥനായ ദൈവത്തിന് നന്ദി പറയുവിൻ. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ദുസ്ഥിതിയിൽ അവിടുന്ന് ഞങ്ങളെ ഓർക്കുന്നതിന് അങ്ങേക്ക് ഞങ്ങൾ കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, ഈ പ്രഭാതത്തിൽ ഈ സങ്കീർത്തനത്തിലൂടെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് അവിടുന്ന് ഇടയാക്കിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങൾക്ക് നേരെയുള്ള ചെങ്കടലുകളെ മറികടക്കുവാൻ നിൻ്റെ ശക്തി, കാരുണ്യം ഇന്ന് ഞങ്ങൾക്കുണ്ടാകണമേ. ഞങ്ങളുടെ ഓരോ ദുരവസ്ഥയിലും നീ ഞങ്ങളെ ഓർക്കുന്നുണ്ട്, കാണുന്നുണ്ട് എന്നറിയുന്നതിൽ ഒത്തിരി സന്തോഷിക്കുന്നു. കർത്താവേ, നീ ഞങ്ങളെ കൂടെയുണ്ട്. നീ ഞങ്ങളെ അനുഗ്രഹിക്കുന്നു. നീ ഞങ്ങളുടെ ഓരോ പ്രയാസങ്ങളെയും തിരിച്ചറിഞ്ഞ് ഞങ്ങളെ സഹായിക്കുന്നു. നീ ഞങ്ങളോട് കരുണ കാണിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈ പ്രഭാതത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുന്നിലുള്ള സകല ചെങ്കടലുകളും അവിടുന്ന് വിഭജിച്ച് എൻ്റെ ഈ പ്രിയപ്പെട്ടവരെ നീ സുരക്ഷിത സ്ഥലത്തേക്ക് നയിക്കണമേ. കർത്താവേ, നിൻ്റെ സമൃദ്ധിയിൽ അവരെ നിറയ്ക്കണമേ. മരുഭൂമിയിലും സമൃദ്ധി നൽകി നിൻ്റെ മക്കളെ കാത്തുപരിപാലിച്ചതുപോലെ ഞങ്ങളെ ഓരോരുത്തരെയും ഈ മരുഭൂമി അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ച് നിൻ്റെ സമൃദ്ധിയിലേക്ക് നയിക്കണമേ. ഈ പ്രാർത്ഥനയിലൂടെ എന്നെ കേൾക്കുന്ന എൻ്റെ ഈ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾക്ക് മുൻപിൽ ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരും നിൻ്റെ കരുണയെ മഹത്വപ്പെടുത്താൻ ഈ പ്രാർത്ഥനയിലൂടെ നീ അസാധ്യങ്ങളെ സാധ്യമാക്കണമേ, പ്രതികൂലങ്ങളെ അനുകൂലമാക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് മുൻപിലുള്ള തടസ്സങ്ങളെ എന്നേക്കുമായി മാറ്റിമറിച്ച് ഞങ്ങളുടെ ജീവിതത്തെ നീ ഉയർത്തണമേ, സുരക്ഷിത സ്ഥാനത്തെത്തിക്കണമേ. നിൻ്റെ സുരക്ഷിത കരങ്ങളിൽ ഞങ്ങൾ പിടിക്കുന്നു. ഞങ്ങൾക്ക് ഭയപ്പെടാനൊന്നുമില്ല. എൻ്റെ കർത്താവ് കൂടെയുണ്ട്. പ്രതിസന്ധികളിൽ താങ്ങി നടത്തുന്ന കർത്താവ് കൂടെയുണ്ട്. കർത്താവേ, നിൻ്റെ കാരുണ്യം അനന്തമാണ്. നിനക്ക് ഞങ്ങൾ കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ നിൻ്റെ കാരുണ്യം ഈ ലോകം പ്രദർശിക്കുന്നതിന്, ഈ ലോകം കാണുന്നതിന് നീ ഇടവരുത്തണമേ. നിൻ്റെ കാരുണ്യത്തെ ഞങ്ങൾ പുകഴ്ത്തുന്നു. നിൻ്റെ സകല നന്മകളെ ഞങ്ങൾ പുകഴ്ത്തുന്നു. ഇന്നുവരെ നീ ചെയ്ത സകല നന്മകളെ, അനുഗ്രഹങ്ങളെ, അത്ഭുതങ്ങളെ ഓർത്ത് നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവേ, പരീക്ഷ എഴുതുന്ന എല്ലാ മക്കൾക്കും ഇന്ന് ഒരു വലിയ ശക്തി നൽകി നിൻ്റെ അത്ഭുത കരങ്ങൾ അവരെ കൊണ്ട് പരീക്ഷ എഴുതിക്കണമേ. ഇന്നത്തെ ഞങ്ങളുടെ യാത്രകളെ നീ സുഗമമാക്കണമേ. രോഗികൾക്ക് സൗഖ്യവും പാപികൾക്ക് മനസ്സാന്തരവും ദുഃഖിതർക്ക് ആശ്വാസവും നൽകി
ഇന്നത്തെ ദിവസം സന്തോഷത്തിൻ്റെ ദിവസമാക്കി മാറ്റണമേ. കർത്താവേ, ഞങ്ങളെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്നില്ല. നിൻ്റെ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ്. ഞങ്ങൾ ചെയ്തു തുടങ്ങിയ കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് നിൻ്റെ സഹായം ആവശ്യമാണ്. കർത്താവേ, ടാർഗറ്റ് അച്ചീവ് ചെയ്യാനായിട്ട് ബന്ധപ്പെടുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, അവരുടെ ജോലിയിൽ നീ ഉയർത്തണമേ. നീ തന്നെ അവരുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ കൃപ കൊടുക്കണമേ. കർത്താവേ, ആരൊക്കെ ഈ പ്രാർത്ഥനയിൽ കമൻ്റ് സെക്ഷനിലൂടെ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ടോ, ഇന്ന് അവരുടെ എല്ലാം മേൽ നീ കരുണ കാണിക്കണമേ, അത്ഭുതം നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിന്റെ മുൻപിലുള്ള സകല ചെങ്കടലുകളെയും വിഭജിച്ച് സുരക്ഷിത സ്ഥാനത്തേക്ക് നിന്നെ എത്തിക്കട്ടെ. ഇന്നത്തെ എല്ലാ കാര്യങ്ങളിലും അവിടുത്തെ കരം നിനക്ക് വിജയം നൽകട്ടെ. അവിടുന്ന് നിന്നിലും നിന്നിലൂടെയും പ്രവർത്തിക്കട്ടെ. ഈ പ്രാർത്ഥന നിങ്ങൾ ഷെയർ ചെയ്യണം. ഇത് മുടങ്ങാതെ പ്രാർത്ഥിക്കുകയും ചെയ്യുക. കർത്താവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടായിരിക്കും. നിങ്ങളുടെ ആവശ്യങ്ങളിലെല്ലാം കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കുടുംബാംഗങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.